ഹലോ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ചോക്ലേറ്റിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ മെയിനിലായിട്ട് രണ്ട് വേരിയൻറ്റ്സ് ഓഫ് ചോക്ലേറ്റ്സ്, അത് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആൻഡ് കർവേച്ചർ ചോക്ലേറ്റ്. സോ യു നോ ദാറ്റ് ഈ കൊക്കോ ബീൻ വരുന്നതെന്ന് പറഞ്ഞാൽ അറിയാലോ, എന്താ പറയുക, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് കൊക്കോ ബീൻ വരുന്നത്. ഇക്വഡോർ, ഗാന അങ്ങനത്തെ രാജ്യങ്ങളിൽ നിന്നാണ് ഈ കൊക്കോ ബീൻസ് വരുന്നത്. ഇത് പണ്ടൊക്കെ യൂറോപ്യൻസിന് മാത്രമായിരുന്നു ഈ ടെക്നിക്കൽ നോഹോ ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അത് കാരണമാണ് സ്വിസ് ചോക്ലേറ്റ്, ബെൽജിയൻ ചോക്ലേറ്റ് എന്ന് അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ കൊക്കോ ബീൻ വരുന്നത് ആഫ്രിക്ക എന്നാണ്, പക്ഷേ കാശുണ്ടാക്കിയിരുന്നത് എപ്പോഴും യൂറോപ്യൻസ് ആണ്. കാരണം അവർക്ക് ആ സമയത്ത് ഈ ടെക്നിക്കൽ നോഹോ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം എല്ലായിടത്തും ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഈ ടെക്നിക്കൽ നോഹോ ഉള്ളത് കാരണം, പക്ഷേ ആ ക്വാളിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ നിങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നു, എത്രമാത്രം നിങ്ങൾക്ക് അതിന് നോളജ് ഉണ്ട്, ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കും ചോക്ലേറ്റിൻ്റെ ക്വാളിറ്റി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. നമ്മൾ ക്യാരി ചെയ്യുന്നത് ഇന്തോനേഷ്യൻ ചോക്ലേറ്റ് ആണ്. അവിടുത്തെ പ്രീമിയം റേഞ്ചാണ് ഈ ചോക്ലേറ്റ്സ്. രണ്ട് വേരിയൻസ് ആണ് വരുന്നത്. എംബസി എന്നുള്ള ബ്രാൻഡിൽ വരുന്നുണ്ട്, തുലിയപ്പ് എന്നുള്ള കോമ്പൗണ്ടിലും വരുന്നുണ്ട്. ഇത് കോമ്പൗണ്ടാണ്. അപ്പോൾ ഇതിൽ 3 വേരിയൻസ് ആണ് പ്രധാനമായിട്ട് ചോക്ലേറ്റ് വരുന്നത്. അറിയാലോ, ഈ കൊക്കോ ബീൻസിൻ്റെ ഡിഫറെൻറ്റ് പ്രോസസ്സ് വഴിയാണ് കൊക്കോ നിപ്പിങ്, റോസ്റ്റിംഗ്, കൊഞ്ചിങ് അങ്ങനെ പല പ്രോസസ്സ് വഴിയാണ് യഥാർത്ഥത്തിൽ ചോക്ലേറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ചോക്ലേറ്റ് നമ്മൾ ഈ കൊപ്ര ആട്ടുന്നത് പോലെ 2 ഉണ്ടാവും. എണ്ണ ഉണ്ടാവും, അതുപോലെ പിണ്ണാക്കുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ കൊക്കോ ബട്ടറും കൊക്കോ മാസും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് വേരിയേഷൻ, ഡിഫറെൻറ്റ് പ്രൊപ്പോസിഷനിൽ ഷുഗറും കൂടി ആഡ് ചെയ്തിട്ടാണ് ഡിഫറെൻറ്റ് ചോക്ലേറ്റ് നമുക്ക് എത്തുന്നത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട്. അപ്പോൾ ഇതിൽ വരുന്നത് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗർ, കൊക്കോ ബട്ടർ, കൊക്കോ മാസ്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ആയിട്ട് ഇതിന് ഡിഫറെൻറ്റ് പ്രൊപ്പോസിഷൻ ഉണ്ടാവും. അതനുസരിച്ച് ഡിഫറെൻറ്റ് പെർസെൻറ്റേജ് വരും. ഇത് നമ്മൾ ചെയ്യുന്നത് 56% ആണ് ഡാർക്ക് ചോക്ലേറ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് മിൽക്കാണ്. മിൽക്കുള്ളത് അഡീഷണൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിൽക്ക് പൗഡർ ആഡ് ആണ്. അപ്പോൾ അത് കാരണം ഇതിൻ്റെ ഡാർക്ക്നെസ് കുറഞ്ഞിട്ട് മിൽക്കി കളർ ഉണ്ടാവും ചോക്ലേറ്റ് കോയിൻസിന്. വൈറ്റ് വരികയാണെങ്കിൽ വൈറ്റിൽ 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ, അല്ല 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഷുഗർ ഉണ്ടാവും, കൊക്കോ ബട്ടർ ഉണ്ടാവും, അതേപോലെ മിൽക്ക് പൗഡർ ഉണ്ടാവും. ഇതിൽ കൊക്കോ മാസ് ഉണ്ടാവില്ല, അത് കാരണം കളർ ഉണ്ടാവില്ല. ഇതാണ് ഇതിൻ്റെ 3 ടൈപ്പ് ചോക്ലേറ്റ് വരുന്നത്. പിന്നെ അതിന് പുറമെ ചോക്ലേറ്റ് ബാറ്റേൺസും വരുന്നത്, അതായത് ക്രോസിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് സ്റ്റിക്കും വരുന്നുണ്ട് ഇൻ കർവേച്ചർ റേഞ്ച്. പിന്നെ വരുന്നതാണ് കോമ്പൗണ്ട് ചോക്ലേറ്റ്. കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇതേപോലെ 3 വേരിയൻസ് വരുന്നുണ്ട്. ഡാർക്ക്, വൈറ്റ്, മിൽക്ക്. ഈ കളർ പോലെ ഡാർക്ക്, വൈറ്റ്, മിൽക്കായിട്ട് വരുന്നുണ്ട് 3 വേരിയൻസ്. ഇതിൽ മെയിനായിട്ട് ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ കൊക്കോ ബട്ടർ ഉണ്ട്, ഇതിൽ അതിന് പകരം പാം ഫാറ്റാണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ മേജർ ഡിഫറൻസ്. പിന്നെ ബാക്കിയുള്ള കുറേ കമ്പനീസ് വരുന്നത് ഈവൻ കൊക്കോ പൗഡറിന് പകരം അവർ കൊക്കോൻ്റെ ആർട്ടിഫിഷ്യൽ ഫ്ലേവറിങ്, കളറിങ് ഒക്കെ ചെയ്യാം. ഇത് റിയൽ ചോക്ലേറ്റ് ആണ്. റിയൽ ചോക്ലേറ്റ് ഇൻ സെൻസ് റിയൽ ആയിട്ടുള്ള, പിന്നെ എന്താ പറയുക, കൊക്കോ പൗഡറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ കോമ്പൗണ്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായ ക്വാളിറ്റിയാണ്. ഓൾമോസ്റ്റ് സിമിലർ ടേസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. ഈ പിന്നെ കർവേച്ചർ റേഞ്ചിൻ്റെ അതേ സിമിലർ ടേസ്റ്റ് ഉണ്ടാവും ഈ കോമ്പൗണ്ട് ചോക്ലേറ്റിന്. ഇത് പ്രീമിയം റേഞ്ചിൽ വരുന്നതാണ്. ഓക്കെ, ഇതിൽ വരുന്നത് നമുക്ക് ബ്ലോക്ക് വരുന്നുണ്ട്, ചോക്കോ ചിപ്സ് വരുന്നുണ്ട്, സ്റ്റിക്ക് വരുന്നുണ്ട്. ഇങ്ങനെ 3-4 വേരിയൻസിൽ ഈ കോമ്പൗണ്ട് ചോക്ലേറ്റ് വരുന്നുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും, ഇതെല്ലാം നമ്മൾ ഒരുപാട് വേരിയൻസ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് ആശ്രയിച്ചിരിക്കും ഓരോ പിന്നെ ചോക്ലേറ്റ് സെലക്ട് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഇൻഫോർമേഷൻ, എന്തെങ്കിലും ഡൗട്ട്, ഇഫ് യു ഹാവ് എനി ഡൗട്ട് റിഗാർഡിംഗ് ദിസ് ഓർ എനി അതർ തിങ്സ്, യു ക്യാൻ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് അവർ വാട്സ്ആപ്പ് നമ്പർ or you can email us. Thank you very much for watching.